Hi friends, welcome to IBS. SSC CGL 2026 നോട്ടിഫിക്കേഷൻസ് ദേ വന്നിരിക്കുന്നു. 12256 വേക്കൻസീസ് ആണ് ഈ തവണ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇപ്പം നമ്മൾ റീസെൻറ്റ് ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ 2024 17,727 വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 2025 വന്നപ്പോൾ 15,118 വേക്കൻസീസിലേക്കാണ് നമ്മൾ കുറഞ്ഞത്. ഇപ്പം പ്രസന്റ്ലി നമ്മൾ നിൽക്കുന്നത് മുമ്പേ പറഞ്ഞതുപോലെ 12,256 അപ്പം നമ്മൾക്കിപ്പോൾ പ്രിപ്പയർ ചെയ്യാനുള്ള സമയവും വളരെ കുറവാണ്. കാരണം നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. പിന്നെ അതിൻ്റെ കൂടെ വേക്കൻസീസും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. സോ യുവർ പ്രിപ്പറേഷൻ മസ്റ്റ് ബി കീ. ഇനി മുമ്പോട്ട് പോകുമ്പം നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിലേക്ക് കടക്കാം. നമുക്കിപ്പം സ്റ്റാർട്ടിംഗ് ഡേറ്റ്, രജിസ്ട്രേഷൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 21 May 2026 ആണ്. അതിൽ നിന്ന് ലാസ്റ്റ് ഡേറ്റ് June 22 ആണ് ലാസ്റ്റ് ഡേറ്റ് പോകുന്നത് എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ. അതേസമയം ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ടവർക്കുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 23 June ആണ്. അപ്പം കറക്റ്റായിട്ട് ആ സമയത്തിന് മുമ്പ് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പോകുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്കാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയക്ക് ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പേ ലെവൽ 8 പോസ്റ്റുകൾക്ക് ഏജ് ലിമിറ്റ് വരുന്നത് 18 to 30 years ഓഫ് ഏജ് ആണ്. അതേസമയം പേ ലെവൽ 7 വരുന്നത് 18 to 30 അല്ലെങ്കിൽ 20 to 30. അത് നോട്ടിഫിക്കേഷൻ വായിക്കും നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഏത് പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഏജ് ലിമിറ്റ് അവിടെ വരുന്നത്. പിന്നെ പേ ലെവൽ 6 അതായത് ഓഡിറ്റർ, അക്കൗണ്ടൻറ്റ് എന്നൊക്കെയുള്ള പോസ്റ്റുകളിൽ നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത് 32 years ആണ്. അതേസമയം പേ ലെവൽ 4 അതായത് ടാക്സ് അസിസ്റ്റൻറ്റ്, UDCക്കൊക്കെ വരുന്ന ഏജ് ലിമിറ്റ് വരുന്നത് 18 to 27 ആണ്. ഈ ഏജ് ലിമിറ്റിൽ തന്നെ നമുക്ക് ഏജ് റിലാക്സേഷൻസ് വരുന്നുണ്ട്. ഇപ്പം OBCക്ക് 3 years, SC STക്ക് 5 years നമുക്ക് ഏജ് റിലാക്സേഷൻ വരുന്നത്. ഇനിയും നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇപ്പം അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസറിന് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രിയും വേണം. അതിൻ്റെ കൂടെ ഡിസയേർഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, എസെൻഷ്യൽ അല്ല ഡിസയേർഡ് ആയിട്ട് വരുന്ന ക്വാളിഫിക്കേഷൻ CA, CMA, CS, MCOM, MBA, മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ അതുപോലത്തെ റിലേറ്റഡ് ക്വാളിഫിക്കേഷൻസ് ആണ് ഡിസൈറബിൾ ആയിട്ട് അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫീസറിന് വരുന്നത്. അടുത്തത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ JSO. അതിന് വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം. പിന്നെ ക്ലാസ് 12ൽ 60% മാർക്സ് ഇൻ മാത്തമാറ്റിക്സ്, അതാണ് അതിന് വരുന്നത്. അഥവാ ഇനി അങ്ങനെ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്സ്. നിങ്ങൾ എടുത്തിരിക്കുന്ന ഗ്രാജുവേഷനിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ട് വേണം. പിന്നെ അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. അതിന് വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രമല്ല എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്തമാറ്റിക്സ് നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് വേണം. കമ്പൽസറി അല്ലെങ്കിൽ ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ട് ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് വേണം. പിന്നെ പോകുന്നത് റിസർച്ച് അസിസ്റ്റൻറ്റ് ഇൻ NHRC. അതിൽ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രിയും വേണം. പിന്നെ റീസെർച്ച് എക്സ്പീരിയൻസ് ആസ് പെർ നോട്ടിഫിക്കേഷൻ. അതിന് ഞാൻ പറഞ്ഞ പോലെ ബാച്ചിലേഴ്സ് ഡിഗ്രി റീസെർച്ച് എക്സ്പീരിയൻസുമാണ് റീസെർച്ച് അസിസ്റ്റൻറ്റിന് വേണ്ടത്. പിന്നെ അതർ പോസ്റ്റ്, ബാക്കി ഈ ഇൻക്ലൂഡ് ചെയ്യാത്തതിൽ ബാക്കി എല്ലാ പോസ്റ്റിനും വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഫീൽഡ്. അതിൽ ഏത് ഡിഗ്രി 3 or 4 year ഡിഗ്രി വാലിഡ് ആണ്. ഇനി നമ്മൾ പോകേണ്ടത് സെലക്ഷൻ പ്രോസസ്സിലേക്കാണ്. സെലക്ഷൻ പ്രോസസ്സിന് നമുക്ക് 3 stages ആയിട്ടാണ് വരുന്നത്. നമുക്ക് Tier 1, Tier 2 ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. Tier 1ൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, ഓൺലൈൻ ടെസ്റ്റ് ആണ്. അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, 4 sections. നമുക്കത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോവാം. പിന്നെ അത് ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ്. ക്വാളിഫയിങ് ഇൻ നേച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ക്വാളിഫൈ ആവുന്നവർക്ക് Tier 2 എക്സാം എഴുതാം. Tier 2 എക്സാമും ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. പിന്നെ അതിൽ 2 എക്സ്ട്രാ കാര്യങ്ങൾ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും കാണും, കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ടൈപ്പിംഗ് ടെസ്റ്റും കാണും, ഒരു ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ്. ഇവിടുന്ന് പാസ് ഔട്ട് ആവുന്നവർക്കാണ് ഡോക്യുമെൻറ്റേഷനിലേക്ക് പോയിട്ട് വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പം അങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഒരു ഓവർവ്യൂ. ഇനിയും നമുക്ക് Tier 1ലെ എക്സാം പാറ്റേണിലോട്ട് പോവാം. നമുക്ക് 4 sections ആയിട്ടാണ് വരുന്നത്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനും. അതിൽ ഈ തവണ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ സെക്ഷണൽ ടൈമിംഗ് ആണ്.
അതായത് ഓരോ സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് വെറും 15 minutes ആണുള്ളത്. കഴിഞ്ഞ തവണ വരെ നമുക്ക് അങ്ങനെ ഇല്ലായിരുന്നു, ഫുൾ എക്സാം 1 hourലായിരുന്നു. പക്ഷേ ഈ തവണ തൊട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ 25 questions നമ്മൾ ഈ പറഞ്ഞ 15 minutes തന്നെ തീർക്കണം. അപ്പം നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ സ്പീഡ് വളരെ അധികമായിട്ട് കൂട്ടേണ്ടി തന്നെയുണ്ട് കമ്പയർഡ് ടു അതേഴ്സ്. ബാക്കിയെല്ലാം ചെയ്യാനുള്ള നല്ല സമയം ഉണ്ട്. അപ്പം അങ്ങനെയാണ് Tier 1. ഈ Tier 1 കട്ട് ഓഫ് ക്ലിയർ ആയി പാസ്സാവുന്നവർക്ക് Tier 2 പോവാം. ഇനിയും Tier 2 എക്സാം പാറ്റേണിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനും 3 sections ഉണ്ട്. ആദ്യം തന്നെ സെക്ഷൻ 1 മാത്സും റീസണിങ്ങും, അതിന് 30 minutes ആണ് സെക്ഷണൽ ടൈമിംഗ് വരുന്നത്. പിന്നെ സെക്ഷൻ 2 നമുക്ക് ഇംഗ്ലീഷും GA ആണ് വരുന്നത്. അതിന് ഇംഗ്ലീഷിന് 40ഉം ജനറൽ അവയർനെസ്സിന് 20ഉം ആണ് വരുന്നത്. പിന്നെ സെക്ഷൻ 3 കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റും ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റുമാണ് വരുന്നത് 15 minutes വെച്ചിട്ട്. അങ്ങനെയാണ് Tier 2 എക്സാം പാറ്റേൺ ജനറലി ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ വരുന്ന പോസ്റ്റിൻ്റെ പേ സ്കെയിൽ കാണാം. ഇതാണ് ഫോളോ ചെയ്യുന്ന പേ സ്കെയിൽ. അതിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്ന ബേസിക് പേ എന്ന് പറയുന്നത് 44,900 to 1,42,400 ആണ് വരുന്നത്. അങ്ങനെ നമുക്ക് പല ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റിൻ്റെ പേ സ്കെയിൽ കാണാവുന്നതാണ്. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഇതിൽ കവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ അതെല്ലാം ക്ലിയർ ചെയ്ത് തരും. അപ്പം പ്രിപ്പയർ ചെയ്യുക. സമയം ഒരുപാട് കടന്നിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതി ഈ തവണ തന്നെ നിങ്ങളുടെ SSC CGL ക്രാക്ക് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ.